കഴിഞ്ഞ ദിവസം മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളുടെ ഭാണ്ഡത്തിൽ നിന്നും ഒരു ഐഫോൺ കിട്ടി. ആ ഐഫോണിൻ്റെ ഉടമ ആരാണെന്നോ ആ ഐഫോൺ എങ്ങനെ വന്നുവെന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗുരുവായൂരിൽ വഴിയോരത്ത് മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അലയുകയായിരുന്ന മനുഷ്യനെ കുളിപ്പിച്ച് വൃത്തിയാക്കാനാണ് തിരുവോരം മുരുകനും കൂട്ടരും എത്തിയത്. അയാൾ ധരിച്ചിരുന്നത് 6 ഷർട്ടുകൾ. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഊരി മാറ്റിയപ്പോൾ അതിലൊന്നിന്റെ പോക്കറ്റിൽ പ്ലാസ്റ്റിക് കവറിലാക്കി ഒരു ഐഫോൺ. നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓൺ ആകുന്നുണ്ട്. പാസ്വേഡ് ഇല്ലാതെ തുറക്കാനാകില്ല. ഓൺ ചെയ്യുമ്പോൾ വാൾപേപ്പറായി തെളിയുന്നത് ദമ്പതികളുടെ ചിത്രം. പിറ്റേന്ന് മുരുകൻ മാതൃഭൂമി ന്യൂസിലെത്തി. ഐഫോൺ കാത്തിരിക്കുന്ന മുരുകനെക്കുറിച്ച് വാർത്ത നൽകിയതോടെ സുഹൃത്തുക്കൾ മുഖേന ആ വാർത്ത കാനഡയിലുള്ള ദമ്പതികളുടെ അടുത്തെത്തി. ഇന്നലെ ഇവരുടെ ബന്ധുവിന് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഫോൺ കൈമാറി. നാട്ടിലെത്തി തിരിച്ചു പോകുന്നതിന് തലേന്നാണ് കളമശ്ശേരി സ്വദേശികളായ ദമ്പതികളുടെ ഫോൺ നഷ്ടപ്പെട്ടത്. ഇടപ്പള്ളിയിൽ മാളിൽ നിന്നിറങ്ങിയപ്പോഴാണ് ഫോൺ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത്. പിറ്റേന്ന് പോകാനുള്ള തിരക്കായതിനാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതുമില്ല. കുറേ നാളായിട്ട് ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അത് തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. മാത്രമല്ല, മാതൃഭൂമി ചാനലിൻ്റെ ന്യൂസ് കണ്ടിട്ടാണ് അവർ ഈ ഫോണിൻ്റെ ഉടമയും ആൾക്കാരും ബന്ധുക്കളും ഒക്കെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മാതൃഭൂമി ന്യൂസിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ക്വൈറ്റ് സർപ്രൈസിങ്. എനിവേ, മുരുകനോട് വളരെ വളരെ ബിഗ് താങ്ക്സ്. ഫോൺ തിരിച്ചെത്തിച്ചു, ആ മനസ്സ് കാണിച്ചതിലും ഈ എഫേർട്ട് എടുത്ത് ഗുരുവായൂരാണെങ്കിലും അവിടെയും ഒന്ന് ട്രൈ ചെയ്തു ഫുള്ളി ഫോൺ ഓണറിനെ ഏൽപ്പിക്കാൻ. വൈകാതെ ഫോൺ ഉടമകളുടെ കയ്യിലെത്തും. പക്ഷേ ഇടപ്പള്ളിയിൽ നഷ്ടപ്പെട്ട ഫോൺ എങ്ങനെ ഗുരുവായൂരിലെത്തിയെന്ന് ഇനിയും അറിയില്ല. മൂല്യം അറിയാത്തതുകൊണ്ടെങ്കിലും ഫോൺ സൂക്ഷിച്ചു വെച്ച ആ മനുഷ്യൻ, ഉടമയെ കണ്ടെത്താൻ ഓടി നടന്ന മുരുകൻ. മാതൃഭൂമി ന്യൂസ് വാർത്ത കാനഡയിലെ ദമ്പതികളെ അറിയിച്ചവർ. നഷ്ടപ്പെട്ട ഫോൺ 3 മാസത്തിന് ശേഷമെങ്കിലും തിരിച്ചു കിട്ടിയപ്പോൾ അങ്ങ് കാനഡയിൽ അവരും ഹാപ്പി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. മാതൃഭൂമി ന്യൂസിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അദ്ദേഹം നമുക്ക് നന്ദി പറയുന്നുമുണ്ട്. നമ്മൾക്കും തിരിച്ച് സന്തോഷം മാത്രമാണുള്ളത്. കാരണം നമ്മൾ മുഖാന്തരം ആ ഫോൺ ആ ഉടമകൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട്. സ്നേഹ, കഴിഞ്ഞ ദിവസം ആ വാർത്ത കണ്ടപ്പോൾ മുരുകൻ വലിയൊരു ആവലാതി പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഇത് എന്ത് സംഭവിച്ചു, എവിടെ നിന്നാണ് ഈ ഫോൺ വന്നത്, ആളുടെ കയ്യിൽ തിരിച്ചു കിട്ടുന്നതും വരെ ഒരു ഉറക്കം ഉണ്ടാവില്ല എന്നുള്ളത്. എന്തായാലും ഇനി തിരുവോരം മുരുകനെ സമാധാനമായി ഉറങ്ങാം. ആ ഫോൺ കൃത്യമായി ആ യഥാർത്ഥ ഉടമകളുടെ കൈകളിലേക്ക് തന്നെ എത്തും, അല്ലേ? തീർച്ചയായും ജയലക്ഷ്മി പറഞ്ഞ പോലെ വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക്. എനിക്കും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 23-24 വർഷത്തിലേറെയായി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് ഈ തിരുവോരം മുരുകൻ എന്നുള്ളത്. എല്ലാവരും അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ തന്നെ ഒട്ടേറെ പുരസ്കാരങ്ങളൊക്കെയും കിട്ടിയിട്ടുണ്ട്. അതായത് ഗുരുവായൂരിൽ വെച്ച് ഒരാളെ കുളിപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് അയാളുടെ ഷർട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഐഫോൺ കിട്ടിയത്. അതൊരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളായതുകൊണ്ട് ഈ ഫോൺ എങ്ങനെ കിട്ടി എന്നുള്ള കാര്യത്തിൽ ചോദിച്ചറിയുന്നതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അത് ചോദിക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ വളരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും തന്നെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ആ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അതുപോലെ തന്നെ നമ്മളെ മാതൃഭൂമി ന്യൂസിനെയും ഈ തിരുവോരം മുരുകൻ സമീപിച്ചു. അതിനുശേഷം നമ്മൾ വാർത്തയാക്കി. ഈ വാർത്ത കണ്ടറിഞ്ഞത്, അതായത് നിരവധി ആളുകളാണ് ഈ വാർത്ത കണ്ടത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ വാർത്ത കണ്ട് അതിനുശേഷം ഇവരുടെ സുഹൃത്തുക്കൾ മുഖേന ഇവരുടെ ബന്ധുക്കളെ അറിയിക്കുന്നു. അതിനുശേഷം കളമശ്ശേരി സ്വദേശികളാണ് ഈ ഫോണിൻ്റെ ഉടമകൾ. അവർ കാനഡയിലാണ് താമസിക്കുന്നത്. ഈ ബന്ധുക്കൾ വഴി ഈ മുരുകൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഫോൺ കൈമാറി. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. പക്ഷേ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഈ ഫോൺ എങ്ങനെ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ഇയാളുടെ കയ്യിൽ കിട്ടി എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. അതായത് ഇടപ്പള്ളിയിൽ വെച്ചാണ് ഈ ഫോൺ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കാനഡയിൽ നിന്ന് അവരെ ലീവിന് നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇടപ്പള്ളി മാളിൽ വെച്ച് ഈ ഫോൺ നഷ്ടപ്പെട്ടതെന്നാണ്. പക്ഷേ ഈ ഫോൺ ഗുരുവായൂരെത്തി. അതായത് എങ്ങനെയാണ് ഈ കണക്ഷൻ വന്നത് എന്നുള്ള കാര്യത്തിൽ തന്നെയാണല്ലേ സ്നേഹ? കാരണം എങ്ങനെയാണ് ആ ഫോൺ ഗുരുവായൂരിലെത്തിയത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യം തന്നെയാണ്. തീർച്ചയായും ജയലക്ഷ്മി, അത് തന്നെയാണ്. നമ്മൾ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്തു. അതായത് ഈ ഫോൺ നഷ്ടപ്പെട്ട ഫോണിൻ്റെ ഉടമകൾക്ക് ഈ ഫോൺ തിരിച്ചു നൽകി. പക്ഷേ ഈ ഇടപ്പള്ളി ടു ഗുരുവായൂർ വഴിയുള്ള കണക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കറിയില്ല. ഈ ഒരുപക്ഷെ ഈ തിരുവോരം മുരുകൻ മാതൃഭൂമി ന്യൂസിനെ സമീപിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴെങ്ങും
അവരുടെ ഫോൺ അവരുടെ കൈകളിൽ കിട്ടില്ലായിരുന്നു. ഇപ്പം എന്ത് നഷ്ടപ്പെട്ടാലും ഈ മുതിർന്ന ആളുകളൊക്കെ പറയുന്ന പോലെ തന്നെ കഷ്ടപ്പെട്ട് നേടിയ ഒരു സാധനമാണെങ്കിൽ അതൊരിക്കലും തിരിച്ചു മീൻസ് അത് കളഞ്ഞു പോവുകയില്ല എന്നൊരു കാര്യം പറയുന്നത് വെറുതെ അല്ല എന്നൊരു കാര്യം. സ്നേഹയ്ക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതും ആ വാർത്ത കണ്ട് ഈ ഫോൺ യഥാർത്ഥ ഉടമകളുടെ കൈകളിലേക്ക് എത്താൻ സാധിച്ചതിലും എന്തായാലും നമുക്കും ഏറെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു നിമിഷം തന്നെയാണിത്. തിരുവോരം മുരുകനും ഇനി സമാധാനമായി തന്നെ ഉറങ്ങാം.